172 വർഷത്തെ ചരിത്രമുള്ള മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പൊളിച്ചു നീക്കുന്നു. പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയതോടെയാണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത്. 3 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള ലേലം ഇന്ന് നടക്കും. മട്ടന്നൂർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന 1852 സംഭവത്തോടനുബന്ധിച്ചാണ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നതെന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. ജന്മിത്ത നാടുവാഴിത്ത വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഒട്ടനവധി രക്തരൂക്ഷിത കലാപങ്ങൾ നടന്ന കാലമായിരുന്നു അത്. മട്ടന്നൂർ മധുസൂദനൻ തങ്ങളുടെ മുൻഗാമികളായ ജന്മി കുടുംബത്തിലെ 3 പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. കലാപക്കാരെ അമർച്ച ചെയ്യുന്നതിനായി ഔട്ട്പോസ്റ്റ് എന്ന നിലയിലാണ് ബ്രിട്ടീഷ് സർക്കാർ മട്ടന്നൂരിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. 1940 സെപ്റ്റംബർ 15 KPCC ആഹ്വാനപ്രകാരം നടന്ന ദേശീയ പ്രതിഷേധ ദിനവും മട്ടന്നൂർ സ്റ്റേഷന്റെ ചരിത്രത്തിൽ പ്രധാനമാണ്. നിരോധനാജ്ഞ ലംഘിച്ച പ്രകടനം നടത്തിയ സമരക്കാരും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും രാമൻ നായർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും ചെയ്തു. പഴശ്ശി രക്തസാക്ഷികളിൽ പ്രധാനിയായ വി അനന്തന്റെ മൃതദേഹം മട്ടന്നൂർ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നതായും ചരിത്രത്തിൽ പറയുന്നു. ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമര കർഷക പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള കേന്ദ്രമായി പ്രവർത്തിച്ച മട്ടന്നൂർ സ്റ്റേഷൻ പിന്നീട് ജനമൈത്രി പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ജനങ്ങൾക്കൊപ്പമായി. 1852 മട്ടന്നൂരിൽ അരങ്ങേറിയ ദക്ഷിണ മലബാറിൽ നിന്ന് തുടങ്ങി വടക്കേ മലബാറിലേക്ക് പടർന്നു പന്തലിച്ച ഒരു കലാപത്തിന്റെ മാപ്പിള കലാപം എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്ന ആ ജന്മിത്വ വിരുദ്ധ കർഷക കലാപത്തിന്റെ അരങ്ങേറ്റം 1852 മട്ടന്നൂരിൽ ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച പോലീസ് ഔട്ട്പോസ്റ്റാണ് പിന്നീട് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനായിട്ട് വിപുലപ്പെട്ടത്. ഏതാണ്ട് 1.25 നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തില് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്തും അതുപോലെ കർഷക സമരകാലത്തൊക്കെ പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമായിട്ട് നമ്മുടെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം അക്രമങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് രൂപീകരിച്ച മലബാർ സ്പെഷ്യൽ പോലീസ് MSPയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പും ഇവിടെ ഉണ്ടായിരുന്നു. 1940 48 ഉണ്ടായ ജന്മിത്വ വിരുദ്ധ കർഷക പോരാട്ടങ്ങളിലും ഒരു ഭാഗത്ത് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. ജില്ലയിൽ ഏറ്റവും വലിയ പ്രവർത്തന പരിധിയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് മട്ടന്നൂർ. 1988 നിലവിൽ SIയുടെ ഓഫീസും ലോക്കപ്പും സന്ദർശക മുറിയുമെല്ലാമുള്ള കെട്ടിടം നിർമ്മിച്ചത്. SHOയുടെ ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലാണ്. 2022 മാർച്ചിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. മിനുക്കുപണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നവംബറോടെ ഉദ്ഘാടനം നടക്കും. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതോടെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ കെട്ടിടമാണ് ഓർമ്മയാകുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.